നമസ്കാരം. പൊന്നോ, ചാമക്കാലയെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നേരിട്ട് വിളിച്ച് ആദരിക്കുന്ന കേട്ടിട്ട് എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. സന്ദീപ് ജി വാര്യറെ കോൺഗ്രസിൽ എടുത്തതിൽ പാവപ്പെട്ട ചാമക്കാലയ്ക്ക് പോലും കിടക്കപ്പുറതിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് കോൺഗ്രസ്സുകാരുടെ തന്തയ്ക്ക് വിളി. അതിന്റെ ഒരു ചെറിയ പാർട്ട് കേട്ടിട്ട് വന്നേ ആ ഫോൺ ചോർന്ന് അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞൊരു വർത്താനത്തിൽ എല്ലാരും പല തന്തയ്ക്ക് പറഞ്ഞവരാ. അതുകൊണ്ട് ഈ പല കാണിക്കുന്നത് നിങ്ങൾ പല തന്തയ്ക്ക് പറഞ്ഞ മാറ്റി മാറ്റി വർത്താനം പറയുന്നേ. വെച്ചിട്ട് പോടോ, വെച്ചിട്ട് പോ, വേറെ പണി നോക്ക്. ഇയാളെ വെച്ചിട്ട് പോടോ, ഇതൊക്കെ നടക്കത്തുള്ളൂ. അപ്പൊ കാണുന്നത് കേട്ടോ, പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആദരവ് അർപ്പിക്കുന്നത്. താൻ സന്ദീപ് വാര്യരെ പോയില്ലെന്ന് ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷമാണ് ഈ ലാസ്റ്റ് കേട്ട തന്തയ്ക്ക് വിളി. ഒരു 45 സെക്കൻഡ് അതിനകത്ത് തന്നെ ചാമക്കാല ഫോണും കട്ട് ചെയ്ത് ഓടേണ്ട ഒരു അവസ്ഥ വന്നു. കോൺഗ്രസ് പ്രവർത്തകർ, അതായത് പല ചാനൽ ചർച്ചകളിൽ ഒരുമിച്ചിരുന്ന് സന്ദീപ് ജി വാര്യരെ ഭേഷ വാങ്ങി കൂട്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോ ഫോട്ടോ എടുത്ത് പരസ്പരം ഞങ്ങളിപ്പോ പഴയ പോലെ പോട്ടിയല്ല, ഞങ്ങളിപ്പോ ഉറ്റ മിത്രങ്ങളാണ്, ചങ്കും ചങ്കും എന്ന ഫോട്ടോ ഇടുമ്പോ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിലെ അമർഷമാണ് ആ സുരൻ എന്ന വ്യക്തിയുടെ ശബ്ദത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നാണമുണ്ടോ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചാമക്കാലയോട് ചോദിക്കുമ്പോൾ ഈ തലപ്പത്തിരുന്ന്, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരുന്ന് സതീശന് സംഘവും ഇരുന്ന് നടത്തുന്ന ഇതുപോലുള്ള ഓരോ പ്രവൃത്തിക്ക് നാട്ടിൽ കിടക്കുന്ന കോൺഗ്രസ്സുകാരുടെ തന്തയ്ക്ക് വിളി മുഴുവൻ കേൾക്കുന്നത് ചാമക്കാലയെ പോലുള്ളവരാണെന്ന് ആ ഓഡിയോ തെളിയിക്കുകയാണ്. ജ്യോതികുമാർ ചാമക്കാലല്ലേ? അല്ല, എനിക്കൊരു ലജ്ജ തോന്നും. എന്റെ പേര് സുജൻ എന്നാണ്, നമ്മൾ അന്ന് നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. എനിക്ക് പക്ഷെ ഇപ്പൊ ലജ്ജ തോന്നുന്നുണ്ട് കേട്ടോ. സന്ദീപ് വാര്യരുടെ ഇപ്പൊ മൂന്നാൻ പോകുന്നത് ലാസ്റ്റ് ഇത്രയൊക്കെ പറഞ്ഞിട്ട്. അത് മോശമായി പോയി. കാരണം നിങ്ങൾ അത്രയും പറയും, നിങ്ങളും അത്രയും പറയും. എനിക്കുണ്ടാവേണ്ട ബുദ്ധിമുട്ട് നിങ്ങൾക്കില്ല, എനിക്കുള്ള അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ പറഞ്ഞൊരു വർത്താനത്തിൽ എല്ലാരും പല തന്തയ്ക്ക് പറഞ്ഞവരാ. അതുകൊണ്ട് ഈ പല കാണിക്കുന്നത്. നിങ്ങൾ പല തന്തയ്ക്ക് പറഞ്ഞ മാറ്റി മാറ്റി വർത്താനം പറയുന്നേ. വെച്ചിട്ട് പോടോ, വെച്ചിട്ട് പോ, വേറെ പണി നോക്ക്. ഇയാളെ വെച്ചിട്ട് പോടോ, ഇതൊക്കെ നടക്കത്തുള്ളൂ. അപ്പൊ കാണുന്നത് കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് വലിയ ഗീർവാണമൊക്കെ അടിക്കാറുണ്ടെങ്കിലും ഫോൺ സംഭാഷണത്തിൽ വരുമ്പോ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ആ ക്യാമറകൾക്ക് മുന്നിലെ ആ സ്വഭാവം എടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ 4 പഞ്ച് ഡയലോഗ് പറയാൻ നാവ് പൊന്തുന്നില്ല. പിന്നെ എങ്ങനെ പൊന്തും? അതായത് ഡെയിലി 1-2 കോളാണോ? ഇതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ മെനക്കെട്ട് വന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ എത്രത്തോളം പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ചാമക്കാലയ്ക്കൊക്കെ ഇപ്പൊ ഈ സന്ദീപ് ജി വാര്യരെ കൊണ്ടുവന്നതിന് ശേഷം അന്ന് മാതൃഭൂമി ചാനൽ ചർച്ചയിലിരുന്ന് സന്ദീപ് ജി വാര്യർ അത് മുഴുവൻ വാങ്ങിച്ചു കൂട്ടി. എന്നിട്ട് ഇപ്പോ കോൺഗ്രസിൽ കൊണ്ടുവന്ന് തോളിക്കയിട്ടപ്പോ കോൺഗ്രസ്സുകാർ തന്നെ വിളിച്ചിപ്പോ തള്ളയ്ക്ക് വിളി. എവിടെ പോയാലും അതൊരു കോഴിയുടെ അവസ്ഥയാണ്. ഇനി ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും പെരുന്നാൾ വന്നാലും ചാമക്കാലയ്ക്ക് ഇരിക്കപ്പെടുന്നില്ലാത്തൊരവസ്ഥയാണ്. സന്ദീപ് ജി വാര്യർ വെളിയിൽ നിന്ന സന്ദീപ് ജി വാര്യർ അവിടെ നിന്ന് തള്ളയ്ക്ക് വിളിക്കും. സന്ദീപ് ജി വാര്യർ കോൺഗ്രസിൽ വന്നാൽ കോൺഗ്രസ്സുകാർ കൂടി എന്നെ തള്ളയ്ക്ക് വിളിക്കും. ഇതാണ് ഇപ്പോ ചാമക്കാലയുടെ അവസ്ഥ. എന്തായാലും ആ ഓഡിയോയിലും 4 ഡയലോഗ് പോലും പറയാതെ കട്ട് ചെയ്ത് ഓടിയ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അതാണ് കാണേണ്ടത്. കോൺഗ്രസ് പ്രവർത്തകരെ പോലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള തന്തയ്ക്ക് വിളിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ആ ഓഡിയോ തെളിയിക്കുകയാണ്. ജ്യോതികുമാർ ചാമക്കാലല്ലേ? അല്ല, എനിക്കൊരു ലജ്ജ തോന്നും. എന്റെ പേര് സുജൻ എന്നാണ്, നമ്മൾ അന്ന് നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. എനിക്ക് പക്ഷെ ഇപ്പൊ ലജ്ജ തോന്നുന്നുണ്ട് കേട്ടോ. സന്ദീപ് വാര്യരുടെ ഇപ്പൊ മൂന്നാൻ പോകുന്നത് ലാസ്റ്റ് ഇത്രയൊക്കെ പറഞ്ഞിട്ട്. അത് മോശമായി പോയി. കാരണം നിങ്ങൾ അത്രയും പറയും, നിങ്ങളും അത്രയും പറയും. എനിക്കുണ്ടാവേണ്ട ബുദ്ധിമുട്ട് നിങ്ങൾക്കില്ല, എനിക്കുള്ള അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ പറഞ്ഞൊരു വർത്താനത്തിൽ എല്ലാരും പല തന്തയ്ക്ക് പറഞ്ഞവരാ. അതുകൊണ്ട് ഈ പല കാണിക്കുന്നത്. നിങ്ങൾ പല തന്തയ്ക്ക് പറഞ്ഞ മാറ്റി മാറ്റി വർത്താനം പറയുന്നേ. വെച്ചിട്ട് പോടോ, വെച്ചിട്ട് പോ, വേറെ പണി നോക്ക്. ഇയാളെ വെച്ചിട്ട് പോടോ, ഇതൊക്കെ നടക്കത്തുള്ളൂ. അപ്പൊ കാണുന്നത്